ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ നോയമ്പ് കറി. ഇതിന് ഈ കൊണ്ടാട്ടമുളക് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ കൊണ്ടാട്ടമുളക് ഞാൻ എപ്പോഴും വാങ്ങിച്ചു വെക്കുവേ, എന്ന് പറഞ്ഞാൽ ഈ നോമ്പ് തുടങ്ങിയപ്പോൾ മുതൽ. അപ്പോൾ ഒന്ന് തീരെ കഴിക്കാൻ ബുദ്ധിമുട്ടെന്ന് കാണുമ്പോഴത്തേനും ഇത് 2 എണ്ണം വറുത്ത് ഇച്ചിരി തൈരും കൂട്ടിയിട്ട് അങ്ങ് ചോറിനും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സലാഡ് പോലെ, എന്ന് പറഞ്ഞാൽ ഒരു തൈര് സലാഡൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ല, അതുപോലെ ഒന്ന് ഉണ്ടാക്കിയേക്കാമെന്ന് വെച്ചു. കാണിച്ചു തരാവേ. ഇതാ കൊണ്ടാട്ടമുളക് എടുത്ത് വെച്ചു. പിന്നെ ഒരു പച്ചമുളക് കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളി ഉണ്ട്, ഒരു സവോള, കുറച്ച് പാകത്തിന് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില. ഉപ്പ് ചേർക്കരുത്, ഇതിനകത്ത് നല്ല ഉപ്പുണ്ടാവും, നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ആദ്യം തന്നെ ഈ കൊണ്ടാട്ടമുളകൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റൗവൊക്കെ ഓൺ ചെയ്ത് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് കൊണ്ടാട്ടമുളക് വറുത്തെടുക്കാം. ഇത്ര വറുക്കുന്നുള്ളൂ കേട്ടോ. അല്ല, ഇതും കൂടെ വറുക്കാം, എന്നിട്ട് ആവശ്യമുള്ള എടുക്കാം. ബാക്കി നമുക്ക് ടിന്നിനകത്തിട്ട് വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഇന്നത്തെ നോയമ്പ് കറി കേട്ടോ. ഇന്നത്തെ ദിവസം ഓടിച്ചു വിടാനുള്ള കറിയാണ് കേട്ടോ. മുളകൊക്കെ നമുക്ക് ഇതുപോലെ നല്ല പോലെ മൂത്ത് വറക്കണം കേട്ടോ. സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇത്രയും മൂക്കണം, എന്നാലേ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിങ്ങനെ തന്നെ ഒന്ന് തണുത്തോട്ടെ, പൊടിച്ചെടുക്കണം. ഇതിനി നമുക്കൊന്ന് നല്ല പോലെ പൊടിച്ചെടുക്കാവേ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാവേ. കണ്ടോ, ഈ പൊടിച്ചെടുത്ത മുളകിനകത്തോട്ട് നമുക്കിതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില നമ്മളിങ്ങനെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് മുറിച്ചിടണം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിപൊളിയാട്ടോ. ഉപ്പൊന്നും ഇടണ്ട ഇനിയേ. നല്ല രസമുണ്ട് ചോറിന്. നല്ല രസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ചോറിന് ഇത് തന്നെ മതി. ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും എത്ര വേണേലും ചോറിനാലോ പച്ചക്കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന എത്രയോ പേരുണ്ടെന്ന്. പക്ഷെ നമ്മളിങ്ങനെ കൂട്ടി ശീലമായതുകൊണ്ടായിരിക്കാം ഇച്ചിരി മീനൊക്കെ കൂട്ടാൻ ഒരു നോയമ്പെടുത്ത് ഒരു 40 ദിവസമൊക്കെ കഴിയുമ്പോൾ എനിക്ക് തോന്നും ലാസ്റ്റൊക്കെ ആകുമ്പോൾ പച്ചക്കറി അങ്ങോട്ട് വെറുത്തു പോകില്ലേ. അപ്പം ഇങ്ങനെയുള്ള കറികളൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ചോറിനാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അടിപൊളിയാണ്. എനിക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം അഭിപ്രായം പറയണേ. എല്ലാം പാകത്തിനുണ്ട്. നിങ്ങൾക്കിത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് കുറയ്ക്കാം. അല്ല, കൊണ്ടാട്ടമുളക് തന്നെ കഴിക്കാൻ പേടിയുള്ളവരില്ലേ, പ്രഷറൊക്കെ പേടിയുള്ളവർ, ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ ഉപ്പൊക്കെ കൺട്രോൾ ആവും, പാകമാകും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.